ഓരോ വർക്ക് കഴിയുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറി കിട്ടാറുണ്ട്. ഈ വർക്ക് ഗ്രൂം സൈഡ് ആയിരുന്നു. അതിന്റെ താലികെട്ടും മറ്റു ചടങ്ങൊക്കെ തൃശ്ശൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ഞാൻ അവിടെ ഒരു 7:30 ആ സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ അവർ ആണ്. അപ്പോൾ എനിക്കും തന്നെ നല്ല രീതിയിലുള്ള കുറച്ച് ആ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ കുറച്ച് പടങ്ങൾ കിട്ടി. വർക്ക് ഞാൻ ഫിനിഷ് ചെയ്ത് ഡാറ്റ അടിച്ച് പെൻഡ്രൈവിലാക്കിയിട്ട് ഗ്രൂമിന്റെ ഫാദറിനെ ഏൽപ്പിക്കാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഈ കോപ്പി ചെയ്ത പെൻഡ്രൈവ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എന്തോ ഒന്ന് കാര്യമായിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് സുകുമാരൻ എന്നാണ്. അപ്പൊ ഞാൻ ആ കൗതുകത്തിൽ ചോദിച്ചു, എന്താ സുഖമായിട്ട് എഴുതിക്കൊണ്ടിരിക്കാന്ന് ചോദിച്ചു. അപ്പൊ ചിരിച്ചിട്ട് ആ എഴുത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, അതിനൊരു നിവേദനം തയ്യാറാക്കാന്ന് പറഞ്ഞു. മറ്റൊന്നല്ല, അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്റെ അടുത്ത് ഇതിന് മറുപടി ഇങ്ങനെ പറഞ്ഞത്, എന്റെ ഭാര്യ ഒരു ഭിന്നശേഷിക്കാരിയായിരുന്നു, മരിച്ചുപോയി. അപ്പൊ ഞാൻ ഒന്നും ഞെട്ടിപ്പോയി. കാരണം ഈ സുകുമാരൻ എന്ന് പറഞ്ഞ സുഖേട്ടൻ ഒരു തരത്തിലുള്ള ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയല്ല. അംഗവൈകല്യമില്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യന് എന്തിനാണ് ഈ ഒരു അംഗവൈകല്യമുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതെന്ന് ഞാൻ ചോദിച്ചു പോയി അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം തന്നൊരു മറുപടി ഉണ്ട്. ആ മറുപടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദനമായത്. ഞാനങ്ങനെ ചിന്തിച്ചു, നമ്മള് കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വാങ്ങാതെ എന്തെങ്കിലും വൈകല്യമുള്ള ഒരു കണ്ണിനോ ഒരു കയ്യിനോ ഒരു കാലിനോ എന്തെങ്കിലും ഒരു വൈകല്യ ആള്, അങ്ങനത്തെ ഒരു വ്യക്തി ആ വീട്ടിലുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അതിനെ കണ്ടുപരിക്കണ്ടാവുള്ളൂ അന്നത്തെ കാലത്ത്. അപ്പോ അങ്ങനത്തെ കണ്ടുപരിക്കാനുണ്ടാവുള്ളൂ. കാരണം ആരും ഇത് ഒരു സഹതാപം ഇരുന്നത് ഭിന്നശേഷിക്കാര് അന്ന് വികലാംഗരാ പറയുന്നത്. അപ്പോ ഞാൻ ചിന്തിച്ചു, അങ്ങനത്തെ ഒരു ആളെ കണ്ടുപിടിക്കണം. സാമ്പത്തികം പാടില്ല അവരുടെ അടുത്ത്. അങ്ങനത്തെ ഒരു വീട്ടിലെ ഒരു കുട്ടിയാവണം എന്നുള്ള നിഗമനത്തിൽ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു അമ്മായി ഉണ്ട്. അമ്മായിനോട് ഈ വിവരം പറഞ്ഞപ്പോൾ അമ്മായിനോട് ആ അണക്ക് പറ്റിയൊരു കുട്ടിയുണ്ട് എൻ്റെ സ്ഥലത്താണ്. അങ്ങനെ ഞാൻ അവിടെ പോയി അച്ഛനൊരു ടൈലറാണ്. അങ്ങനെ അവിടെ ചെന്ന് അച്ഛൻ കണ്ടു. അപ്പൊ അച്ഛൻ അവിടെ തന്നെ ഞങ്ങളെല്ലാരും കൂടി വീട്ടിൽ പോയി പെണ്ണിനെയൊക്കെ കണ്ടു, ചായയൊക്കെ തന്നു. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി അത് കുഴപ്പമില്ല, നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരാളാണ്. ഭാര്യ മരണപ്പെടുന്നതിന് മുന്നേ 4 ദിവസം മുന്നെയാണ് പെൻഷൻ കിട്ടിയത്. അപ്പോ ഞാൻ ചോദിച്ചു, വെറുതെ എനിക്ക് കുറച്ച് പൈസ തരുമോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാ പൈസ? ഒരു 500 നോട്ട് തന്നു. ഇതിങ്ങനെ തന്നു, വീൽചെയറിലിരിക്കാം. അപ്പൊ ഞാൻ വാങ്ങി. ആ പൈസയുടെ പോയി 500 രൂപ. അപ്പൊ ഇതിന്റെ മനസ്സിൽ മരണം വരണ്ടാവുള്ളൂ. ചെലവാക്കാൻ ഇപ്പൊ എന്തെങ്കിലും ഉദ്ദേശിച്ച് തന്നാവും. പക്ഷെ എന്തായാലും നമ്മള് ചെലവാക്കി. ഇതിനല്ലേ മരണപ്പെട്ടു. 4 കൊല്ലം